നമസ്കാരം. പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സന്തോഷ വാർത്ത. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് കുടിശ്ശികയായി കിടക്കുന്ന 4 മാസത്തെ 6400 രൂപ വീതം സമയബന്ധിതമായി കൊടുത്തു തീർക്കുമെന്ന് മന്ത്രി കെ.എൻ. ബാലൻ കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടും കുടിശ്ശിക കറക്റ്റായിട്ട് കൊടുത്തു തീർക്കാത്തതും സമയബന്ധിതമായി പ്രഖ്യാപിച്ചിട്ടും കുടിശ്ശിക പെൻഷൻ ഫുള്ളായിട്ട് കൊടുത്തു തീർക്കാത്തതും സർക്കാരിന് പെൻഷൻ വിതരണത്തിലെ കാലതാമസം പറഞ്ഞ സമയത്തിനുള്ളിൽ കൊടുത്തു തീർക്കാത്തതും സർക്കാരിന് വെല്ലുവിളി ആവുന്ന സാഹചര്യത്തിലാണ് ഡിസംബർ മാസത്തെ നവംബർ മാസത്തെ 3200 ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾക്ക് എത്തിച്ചേരുക. ജനുവരി അവസാനത്തോടു കൂടി ധനമന്ത്രി പ്രഖ്യാപിക്കാൻ പോകുന്ന ബജറ്റിൽ ക്ഷേമ പെൻഷൻ കൂട്ടുന്നത് സംബന്ധിച്ച കാര്യങ്ങൾക്ക് മുമ്പ് കുടിശ്ശിക പെൻഷൻ കൊടുത്തു തീർക്കാനായിരിക്കും പിണറായി സർക്കാരിൻ്റെ മുഖ്യ തീരുമാനം. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് സർക്കാർ പെൻഷൻ കൊടുത്തു തീർക്കണമെന്നും സർക്കാരിൻ്റെ മുഖം രക്ഷിക്കാനാണ് എന്നും ആരോപണം ഉണ്ട്. എന്തു തന്നെയായാലും പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ആശ്വാസകരമായ വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത്. ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾക്ക് പിന്നാലെ ക്ഷേമ പെൻഷന് പിന്നാലെ മറ്റ് ആവശ്യങ്ങൾക്കും സർക്കാർ തുക കണ്ടെത്തേണ്ടതുണ്ട്. 2 മാസത്തെ പെൻഷൻ 2 ഘട്ടങ്ങളിലായിട്ടാണ് ഈ സാഹചര്യത്തിൽ തുക എത്തിച്ചേരുക എന്നൊരു വാർത്ത വരുന്നുണ്ട്. ആദ്യഘട്ട വിതരണത്തിനു വേണ്ടി സർക്കാർ 3000 കോടി രൂപ കണ്ടെത്തി. പെൻഷൻ പ്രഖ്യാപനം ഈ ആഴ്ച തന്നെ പുറത്തു വരും. ഈ മാസം 25-ന് മുന്നാലെ ആദ്യഘട്ടം എന്നോളം പെൻഷൻ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലും 2 ദിവസത്തിനകം കൈകളിലും തുക എത്തിച്ചേരും. അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോ പറയാനുള്ളത്. ആദ്യമായിട്ട് ചാനൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണുക. പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കാതിരിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തെറ്റുകുറ്റങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. എന്തായാലും ഈ മാസം 4800 വരും എന്നൊക്കെ കേൾക്കുന്നുണ്ട്. എന്തായാലും 3200 ഉറപ്പാണ്. പ്രഖ്യാപനം ഈ ആഴ്ച ഉണ്ടാവും. സന്തോഷ വാർത്തയാണ്. എല്ലാവരും വീഡിയോ തുടർന്നും കാണുക. എല്ലാവിധ സർക്കാർ അറിയിപ്പും അപ്പോൾ നിങ്ങളെ എത്തിക്കാൻ ഞാൻ ശ്രമിക്കുന്നതാണ്. നന്ദി, നമസ്കാരം.